ഹായ് നമസ്കാരം. റീസെൻ്റായിട്ട് എൻ്റെ സർവീസ് ഉപയോഗിച്ചൊരു ക്ലയൻറ്റിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. അപ്പോൾ നിങ്ങൾ എത്ര കാലമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങിക്കണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്? ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങിയ ഒരു 2 വർഷം മുമ്പാണ്. രണ്ടു വർഷം സേഫ് സോണിൽ നിന്ന് ഇതിലൊരു സ്ട്രഗിളിലേക്ക് പോകാൻ താല്പര്യമില്ല. ഉം. അപ്പൊ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് അരിച്ചും ഗുണിച്ചും ഒക്കെ ആക്കിയിട്ടാണ് ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഇറങ്ങാനായിട്ട് ഓക്കെ. അപ്പൊ ഈ ഫസ്റ്റ് പ്രോപ്പർട്ടി മേടിക്കാൻ തീരുമാനിച്ചപ്പോ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വാങ്ങിക്കണം അതോ അവിടെ എന്തായിരുന്നു ബുദ്ധിമുട്ട് തോന്നിയത്? അതായത് പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ എന്തൊക്കെയാണ് മന്ത്ലി നമ്മുടെ ബാലൻസിന് നമുക്ക് അത് എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കുറച്ച് എമൗണ്ട് പോകുമല്ലോ. ഇപ്പൊ ന്യൂട്രൽ പ്രോപ്പർട്ടികളൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഓസ്ട്രേലിയയിൽ. ന്യൂട്രൽ പോകുന്നത് എല്ലാം റിവേഴ്സ് ഗിയറിംഗ് എന്നല്ല പറയുന്നത്, റിവേഴ്സ് അതിൽ പോകുന്ന പ്രോപ്പർട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് എന്തായാലും എല്ലാ മാസവും ഇടേണ്ട വരും. അപ്പൊ അതുകൊണ്ട് അതെങ്ങനെ അതിലേക്ക് എത്താൻ പറ്റും, പിന്നെ ഈ വരുന്ന എക്സ്ട്രാ എക്സ്പെൻസുകൾ വരും. അപ്പൊ അതിനെ എങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് നമുക്ക് ഒരു ഇതിലേക്ക് എത്തണല്ലോ. അതിലാണ് ഇത്രയും ടൈം എടുത്തത്. ഓക്കെ. അപ്പൊ നിങ്ങളിപ്പോ ഇപ്പൊ നമ്മൾ റീസെന്റ് പ്രോപ്പർട്ടി വാങ്ങിച്ച ആ പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്തപ്പോ നിങ്ങൾ എങ്ങനെയാ ആ കാൽക്കുലേഷൻ എങ്ങനെ തോന്നുന്നു? ബഡ്ജറ്റിനുള്ള പ്രോപ്പർട്ടി കിട്ടി. നമ്മള് ബഡ്ജറ്റ് ഹാപ്പിയാണ്. അതെ. അതേപോലെ തന്നെ റെന്റൽ ഇൻകം അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെന്റൽ ഇൻകം കിട്ടുന്നുണ്ട്. പിന്നെ അപ്പൊ നിങ്ങൾ ബയേഴ്സ് ഏജന്റ് സർവീസ് ഉപയോഗിച്ചപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അതിൽ എത്രത്തോളം ഹാപ്പിയാണ്? അതിനകത്ത് നിങ്ങൾക്ക് കിട്ടിയ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിന് തോന്നുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് ഇതിനു മുമ്പ് ഇപ്പൊ അതേപോലെ തന്നെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് 2-3 പേരെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ബയേഴ്സ് ഏജന്റിനെ. അപ്പൊ ഒരാൾക്ക് മറ്റേ പൈസ ഭയങ്കര കൂടുതലാണ്, ഫീസ്. അപ്പൊ അത് നമുക്ക് അത്രയും ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഒരാളെ വിളിച്ചു, പുള്ളിക്ക് ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണ്. അപ്പൊ അത്ര റെസ്പോൺസിബിൾ ഉള്ള നമ്മൾ അതിന്റെ അകത്തെ ഒരു ചെറിയൊരു കസ്റ്റമറാണ്. സുധീഷ് ഭായി മറ്റേ ഈ പ്രോപ്പർട്ടി മാനേജ്മെന്റിനെ ഏൽപ്പിക്കുന്ന കാര്യം പറഞ്ഞ പോലെയാണ്. 500 പ്രോപ്പർട്ടി ഉള്ളവനും 2 പ്രോപ്പർട്ടി ഉള്ളവനും എങ്ങനെ കെയർ ചെയ്യണേ ആ ഒരു രീതിയിലാണ്. പക്ഷെ സുധീഷ് ഭായിയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ആദ്യം നിന്നും തുടങ്ങി അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇത് ലാഭം മാത്രമല്ല, ഇതിന്റെ അകത്ത് ഒരു ബിസിനസ് ആണ് എന്നുള്ളത് നമുക്ക് ആദ്യം ശരിക്കും ഫസ്റ്റ് ഇത് കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു, ഇത് ഒന്നാമത് ഞാൻ തന്നെ ഒരു ബാക്കിലേക്ക് നിൽക്കണ ആളെ ഫസ്റ്റ് ഇതിൽ നമ്മൾ വീണ്ടും ബാക്ക് അടിക്കുകയാണ്. കാരണം ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അത് വളരെ കറക്റ്റ് ആണ്. കാരണം നമ്മളിതൊന്നും അറിയാതെ ഇതിലേക്ക് ചാടിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സുകളിൽ പിന്നെ പ്ലസ് പോയിന്റുകളായി. ആദ്യത്തെ ഒരു ഇതൊക്കെയാണ് ചെലവ്, ഇത്രയൊക്കെ നിങ്ങളുടെ പൈസ വരും. ചിലപ്പോ പ്രോപ്പർട്ടികൾ വരുന്നതാണെങ്കിലും വളരെ ഇതായിട്ട് ആണ് നമുക്ക് അതിന്റെ ആ ഒരു സ്ഥലത്തെ കുറിച്ചും കാര്യങ്ങളും എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു മൈനസ് അങ്ങനെ പറയാനൊന്നും ഇല്ല, എല്ലാം പ്ലസ് തന്നെയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ചില കാര്യങ്ങളൊക്കെ എനിക്ക് മെയിൽ അയക്കേണ്ട കാര്യങ്ങൾ പോലും സുധീഷ് ഭായിയോട് പറഞ്ഞ അപ്പൊ തന്നെ, അതായത് ഒരു ഡിലേ ഒന്നും ഇല്ല അതിൽ, വളരെ അപ്പൊ തന്നെ സംഗതി എത്തി. അതിന് ഒരു 1-2 മണിക്കൂറിനുള്ളിൽ എനിക്ക് വോയിസ് മെസ്സേജ് ആയിട്ടും കാര്യങ്ങളും അപ്പൊ എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ. താങ്ക് യു. അപ്പോ എന്തായാലും നിങ്ങളുടെ സമയത്തിന് വളരെ നന്ദി. താങ്ക് യു ജിജോ ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ആൻഡ് ഫോർ യുവർ ടൈം to share your experience with me. Really appreciate it, and I wish you all the best.